ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനെ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ആദരിച്ചിരുന്നു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പ്രമുഖരടക്കം നിരവധി പേർ പങ്കെടുത്തു. പ്രവേശനം ഫ്രീ ആയതുകൊണ്ട് തന്നെ നിരവധി പൊതുജനങ്ങളും എത്തിയിരുന്നു. ചടങ്ങിൽ നിന്നുള്ള നടന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചർച്ച ചെയ്യപ്പെടുന്നതുമുണ്ട്. സദസ്സിലിരുന്ന മോഹൻലാലിന്റെ അടുത്തേക്ക് ഒരു കൊച്ചുകുട്ടി സെൽഫി എടുക്കാനായി നടന്നു വരുന്നതും, എന്നാൽ കുട്ടി അടുത്തെത്തും മുമ്പ് കൈവീശി പോകാൻ നിർദ്ദേശിക്കുന്നതും വീഡിയോയിൽ കാണാം. വീഡിയോ വൈറലായോടെ നടന്റെ പെരുമാറ്റം പരുഷമായി എന്നാണ് പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ. എന്ത് തിരക്കായാലും ആ കുഞ്ഞ് അടുത്ത് വന്നപ്പോൾ ഒന്ന് നോക്കി ചിരിക്കുമെങ്കിലും ചെയ്യാമായിരുന്നു. ആ കുട്ടിയുടെ സ്ഥാനത്ത് ഒരു പണക്കാരനായിരുന്നെങ്കിൽ മോഹൻലാൽ കൈകൊടുത്ത് ചിരിക്കുമായിരുന്നു. കൈകൊണ്ട് ഓടിപ്പോകൂ എന്നാണ് ആ കുഞ്ഞിനോട് കാണിച്ചത്. അതൊട്ടും ശരിയായില്ല. കുഞ്ഞുങ്ങളുടെ മനസ്സിനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. സിനിമയ്ക്ക് അകത്തും പുറത്തും മൊത്തം അഭിനയം. സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ഇദ്ദേഹത്തിനാവില്ല എന്നിങ്ങനെ വിമർശിച്ചു വരുന്ന കമന്റുകൾ. ഇത്രയും ക്യാമറ ചുറ്റുമുള്ളപ്പോൾ ലാലേട്ടൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ആൾക്കറിയാമല്ലോ ആളുകൾ വിമർശിക്കുമെന്ന്. കാര്യമെന്തായാലും ദൈവത്തിന് മാത്രമേ അറിയൂ. ചില നടന്റെ പക്ഷം ചേർന്ന് കുറിക്കുന്നു. ഇപ്പോഴത്തെ സംഭവം കണ്ടുള്ള ദൃക്സാക്ഷിയിൽ ഒരാൾ കുറിച്ച കമന്റാണ് ശ്രദ്ധ നേടുന്നത്. കുഞ്ഞിനെ വേദനിപ്പിക്കാൻ മോഹൻലാൽ ചെയ്തതല്ല. തിരക്കേറി വരുന്നതുകൊണ്ട് കുട്ടി സുരക്ഷിതമായി കുടുംബത്തിന്റെ അടുത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചതാണെന്ന് ദൃക്സാക്ഷി അവകാശപ്പെടുന്ന ആൾ കുറിച്ചു. ഞാൻ അവിടെ വോളണ്ടിയറായിട്ട് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ആ സംഭവം. ആ കുട്ടിക്ക് ലാൽ സാർ കൈവീശി അഭിവാദ്യം ചെയ്യുന്നതൊക്കെ ചെയ്തു. കുട്ടി കുറേ നേരമായി അതിലേക്കൂടെ ഓടിക്കളിക്കുകയായിരുന്നു. തിരക്ക് ഏറി വന്ന് പോയിരിക്കാൻ പറഞ്ഞതാണ്. വീട്ടുകാർ ആരെയും അപ്പോൾ കുട്ടിയെ നിയന്ത്രിക്കാൻ വന്നില്ല. ഇതൊക്കെ ഇത്ര പ്രശ്നമാകേണ്ടതുണ്ടോ? വീഡിയോ പകുതിക്ക് വെച്ച് കാണുന്നതിന്റെ കുഴപ്പമാണെന്നൊക്കെയായിരുന്നു കമന്റുകൾ.